GGC HOK Private Limited, Nasreet Martoma Church Campus, MC Road, Mannur, Keelam. കാട്ടാനശല്യവും വന്യമൃഗശല്യവും മൂലം സ്വൈര്യജീവിതം തകർന്ന കവളങ്ങാട് പഞ്ചായത്തിലെ നീണ്ടപാറ പ്രദേശം കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ സന്ദർശിച്ചു. ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ സന്ദർശനത്തിന് ശേഷം പ്രതികരിച്ചു. വന്യമൃഗശല്യവും കാട്ടാനശല്യവും രൂക്ഷമായ കവളങ്ങാട് പഞ്ചായത്തിലെ നീണ്ടപാറ പ്രദേശങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതിയുടെ ഭാരവാഹികൾ സന്ദർശിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങളും ദുരിതമനുഭവിക്കുന്ന നാട്ടുകാരെയുമാണ് പ്രതിനിധികൾ സന്ദർശിച്ച് വിശദാംശങ്ങൾ തേടിയത്. വർഷങ്ങളായി വാഗ്ദാനങ്ങൾ മാത്രമാണ് അധികൃതർ ഇവിടെയുള്ളവർക്ക് നൽകുന്നത്. പ്രദേശത്തേക്കുള്ള റോഡുകൾ തകർന്നതോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് കത്തോലിക്ക കോൺഗ്രസ് സമരം ഉൾപ്പെടെ നടത്തുന്നതിനുള്ള തീരുമാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനായി അടുത്ത ദിവസം തന്നെ നീണ്ടപാറയിൽ യോഗം വിളിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ അറിയിച്ചു. സ്ഥിരമായിട്ട് അക്കരെ കാട്ടിൽ നിന്ന് കാട്ടാൻ ഇവിടെ വരികയും ആളുകളുടെ കൃഷിയൊക്കെ ധാരാളമായിട്ട് നശിപ്പിക്കുകയും ചെയ്ത കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ സ്ഥിരമായിട്ട് ആന ഇവിടെ വരികയും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഫോറസ്റ്റ് അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. ഇവിടെ ഇവർ പല ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടിയും ഫോറസ്റ്റ് അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഈ കാട്ടാന വരുന്നത് തടയാൻ വേണ്ടി ഞാൻ പറയുന്നത് ജനങ്ങളുടെ നികുതി പണം വാങ്ങി ശമ്പളം വാങ്ങിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെറുതെ അവരുടെ ഓഫീസുകളിൽ ഇരിക്കുകയാണ്. അവരെ ഈ ആന കടന്നു വരുന്നത് തുരത്തി ഓടിക്കാനോ തടയാനോ വേണ്ടിയുള്ള യാതൊരു നടപടിയും അവർ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ഇവിടെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ അവർക്ക് പേടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപത ഭാരവാഹികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ നാട്ടുകാരോടൊപ്പം ചേർന്ന് അതിശക്തമായ സമരങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും. വന്യമൃഗശല്യം തടയുന്നതിനായി ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് നിരവധി തവണ അധികൃതർ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഓരോ ഗ്രാമസഭയിലും പറയുന്ന കാര്യമാണ്. യാതൊരു പ്രതികരണവും ഇതിനില്ല. ഇപ്പൊ ഓരോരുത്തരും വന്ന് ഈ വഴി കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രതികരണം വേണ്ടേ? അതുമില്ല. കണ്ണന്റെ അടുത്താണെങ്കിലും കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആന കയറി ഇവർ ആനയുടെ നടുക്ക് നിൽക്കുമായിരുന്നു. ഇതുങ്ങളുടെ കന്നാലികളടക്കം ആനക്കൂട്ടിലായിരുന്നു സന്ധ്യാസമയത്ത്. ആനേനെ അഴിക്കാൻ പോയി ആനയെ ഓടിക്കാൻ ചെന്ന് തിരിച്ച് ഫോറസ്റ്റുകാരെ വിളിച്ചു വരുത്തിയാണ് ആനേനെ ഓടിച്ചിറക്കിയിട്ട് കന്നാലിനെ അഴിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. പുറംലോകം അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ പോലുള്ളവരുടെ ഈ കഷ്ടപ്പാടുകൾ. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ, രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചലക്കാട്ട്, രൂപതാ കമ്മിറ്റി അംഗം ജോർജ് കുര്യാക്കോസ് ഒലിയപ്പുറം, ഫെറോന കമ്മിറ്റി അംഗം പയസ് തെക്കേക്കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശങ്ങൾ സന്ദർശിച്ചത്. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.